ഇന്ന് നമുക്കൊരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി പഠിക്കാം. ഹലാൽ മ്യൂച്വൽ ഫണ്ട്സ്. ഹലാൽ ഫുഡ്, ഹലാൽ മീറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഹലാൽ മ്യൂച്വൽ ഫണ്ട്സ്. ഹലാൽ എന്ന് പറയുമ്പോൾ പ്യുവർ എന്നാണ് അർത്ഥം. ഷാരിയ ലോ പ്രകാരം മുസ്ലിം കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർക്ക് എല്ലാ കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ചില കമ്പനികൾ ആൽക്കഹോൾ, ഡ്രഗ്സ്, ടുബാക്കോ, ഗാംബ്ലിംഗ് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഒരു കാരണവശാലും ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തരുന്ന ബാങ്കുകളിലും ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏകദേശം 40% വെയിറ്റേജ് വരുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിലാണ്. അപ്പോൾ ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേൺസ് ചിലപ്പോൾ ഇതിൽ മിസ്സായേക്കാം. പക്ഷെ നമുക്ക് ലോ റെസ്പെക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഷാരിയ ലോ പ്രകാരം നല്ല സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്, ഹെൽത്ത് കെയർ ആണ്, FMCG എക്സ്ക്ലൂഡിംഗ് ടുബാക്കോ ആൻഡ് ഡ്രഗ്സ് ഉണ്ട്, കമ്മോഡിറ്റീസ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അവൈലബിൾ ആണ്. ഇന്നത്തെ ഇന്ത്യൻ ഇൻവെസ്റ്റിംഗ് ലാൻഡ്സ്കേപ്പിൽ ആകെ 3 മ്യൂച്വൽ ഫണ്ട്സ് ആണ് എത്തിക്കൽ ആയിട്ടുള്ള ഫണ്ട്സ് ഓഫർ ചെയ്യുന്നുള്ളൂ. ഈ ഫണ്ട്സിനെ പറ്റി കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാലചന്ദ്രൻ വിശ്വറാം, യുവർ വെൽത്ത് മാനേജർ.